ഇവിടെ ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ ഞങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുമെന്നും ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ഉണ്ടായിട്ടില്ലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഇന്നന്ന വകുപ്പുകളിൽ ഇന്നന്ന സീറ്റുകൾ കുറഞ്ഞു എന്നതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട്. ഇപ്പൊ ഇവര് പറയുന്നത് ഇത് സമാനമായിട്ടൊരു അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇത് ചരിത്ര വിജയമാണ് എന്ന പറയാനുള്ള അവകാശം അവർക്കുണ്ട്. 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ചത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ അവസാന ഘട്ടത്തിൽ, അതായത് അവസാനത്തെ 6 മാസത്തിനുള്ളിലാണല്ലോ അന്നത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വന്നത്. 2010 അവസാനം. ആ തെരഞ്ഞെടുപ്പിന്റെ സ്ഥിതി എന്തായിരുന്നു? ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് 17 മുനിസിപ്പാലിറ്റി സീറ്റേ ആകെ കിട്ടിയുള്ളൂ, മുനിസിപ്പാലിറ്റികളെ കിട്ടിയുള്ളൂ. ആകെയുള്ള മുനിസിപ്പാലിറ്റിയിൽ 17, ബ്ലോക്ക് പഞ്ചായത്തിൽ 59, ഗ്രാമപഞ്ചായത്തിൽ 350, അതുപോലെ ജില്ലയിൽ 6 ജില്ലാ പഞ്ചായത്താണ് ഞങ്ങൾക്ക് കിട്ടിയേ. ഇപ്പോഴുണ്ടായിട്ടുള്ള ഈ വിജയത്തെക്കാൾ താണ വിജയമാണ് ഞങ്ങൾക്ക് എല്ലാ തലത്തിലും അന്നുണ്ടായത്. അന്നും എഴുതി തള്ളിയതായിരുന്നല്ലോ. പിന്നീടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 68 സീറ്റോടെ വെറും 2 സീറ്റിനാണ് ഞങ്ങൾക്ക് അന്ന് ഭരണം നഷ്ടപ്പെടുന്നത്. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അന്ന് 6 സീറ്റാണ് ജില്ലാ പഞ്ചായത്തിൽ കിട്ടി. ഇപ്പോഴോ 7 ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥിതി. ബഹുമാനപ്പെട്ട ലീഗിന്റെ പ്രതിനിധി പറഞ്ഞല്ലോ, ജില്ലാ പഞ്ചായത്ത് പൊളിറ്റിക്കൽ വോട്ടാണെന്ന്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശൂര്, പാലക്കാട്, കണ്ണൂര്, കാസർഗോഡ് ഏറ്റവും കൂടുതൽ വോട്ടുള്ളതാണല്ലോ, ഏറ്റവും കൂടുതൽ മണ്ഡലമുള്ളതാണ് തിരുവനന്തപുരവും കൊല്ലവും ആലപ്പുഴയും തൃശൂരും പാലക്കാടും കണ്ണൂരുമെല്ലാം. ഇവിടെയെല്ലാം പൊളിറ്റിക്കൽ വോട്ടാണെങ്കിൽ ഞങ്ങൾക്കത് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഉദ്ദേശിച്ച വിജയം ഉണ്ടായിട്ടില്ല. അതിന്റെ കാരണം കണ്ടെത്തി പരിഹരിക്കാൻ പറ്റിയ സംഘടനാ ശേഷി ഞങ്ങൾക്കുണ്ട് എന്നതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തന്നെ ഞങ്ങൾ അതിന്റെ പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടു. ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇതിലും വലിയ തിരിച്ചടി ഉണ്ടായപ്പോഴെല്ലാം പണി നിർത്തി പോയവരല്ല ഞങ്ങൾ. കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങിയ ആ തോൽവിയുടെ കാരണം കണ്ടെത്തി അവരെ കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് വർദ്ധിത വീര്യത്തോടെ തിരിച്ചു വന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഈ വിജയം ആഘോഷിക്കാൻ നിങ്ങൾക്കുള്ള അധികാരത്തെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾ അത് ആഘോഷിച്ചോളൂ, നിങ്ങളുടേതായ രീതിയിൽ അവതരിപ്പിച്ചോളൂ. പക്ഷേ ഞങ്ങളുടേതായിട്ടുള്ള രീതിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വിജയം ഉണ്ടായിട്ടുള്ളത്, അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ വിജയമായിരുന്നു. അങ്ങ് പറയുന്ന പാറ്റേൺ ശരിയാണെങ്കിൽ അങ്ങനെ ഒരു പാറ്റേണിലേക്ക് പോകുമോ? ഇവിടെ കൃത്യമായി ഇപ്പൊ കേരളത്തിന്റെ ചരിത്രം എടുത്തു നോക്കിയേ. കേരള രൂപീകരണത്തിന് ശേഷം ആദ്യത്തെ 30 വർഷം, ആ 30 വർഷത്തിൽ 24 വർഷവും കോൺഗ്രസാ ഭരിച്ചേ. വെറും 6 കൊല്ലമാ ഞങ്ങൾ ഭരിച്ചേ. 57 2 കൊല്ലം, 67 2 കൊല്ലം, 80 2 കൊല്ലം. എന്നാൽ അവസാനത്തെ 30 കൊല്ലം എടുക്ക്. അവസാനത്തെ 30 കൊല്ലത്തിൽ 20 കൊല്ലവും ഞങ്ങളാ ഭരിക്കണേ. 10 കൊല്ലം അവർ. ആ 10 കൊല്ലം അവർ എന്ന് പറയുമ്പോൾ അതിൽ 5 കൊല്ലം വെറും 2 സീറ്റിന്റെ വ്യത്യാസത്തിലാണ്. അപ്പൊ ഈ ഉണ്ടായിട്ടുള്ള മാറ്റമെല്ലാം നമ്മുടെ മുന്നിൽ കൃത്യമായിട്ടുണ്ടല്ലോ. ഇപ്പൊ ഞങ്ങൾ ചെയ്ത ഏതെങ്കിലും ഒരു പ്രവൃത്തി, ഈ വലിയ വികസന വിരോധം അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ അത് ഏതാണെന്ന് ചൂണ്ടിക്കാണിക്കുക. ഇപ്പോ 10-20 കൊല്ലമായിട്ട് കിടന്ന മാലിന്യം എവിടെ? നമ്മുടെ ഈ എറണാകുളത്തെ കോർപ്പറേഷന്റെ കീഴിൽ അത് കത്തിക്കൊണ്ടിരുന്നു. അവിടെ ഇപ്പൊ ക്രിക്കറ്റ് ഗ്രൗണ്ടായിട്ട് മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അതുപോലെ 10 രൂപയ്ക്ക് ഊണ് കൊടുക്കുന്ന സമർത്തി പട്ടിണിയില്ലാത്ത കൊച്ചിയാക്കി മാറ്റിയതാണോ ഞങ്ങൾ ചെയ്ത തെറ്റ്? മുഴുവൻ അരുൺകുമാർ, അപ്പോൾ നിങ്ങളെ ജനം എന്തുകൊണ്ട് തള്ളി എന്ന് പറയൂ. ഗ്രാമപഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, കോർപ്പറേഷൻ എല്ലാം പിടിക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് പാളിയത്? എല്ലാം മാഡം, ഇത് ശരിയല്ല. ഇവിടെ 3 കോൺഗ്രസ് പ്രതിനിധികളല്ലേ? ഇവിടെ 15 മിനിറ്റ് തുടർച്ചയായിട്ട് കോൺഗ്രസ് പ്രതിനിധി ചോദിച്ചപ്പോൾ ഒരൊറ്റ ഉപചോദ്യമില്ല. ലീഗിന്റെ പ്രതിനിധിയും 12 മിനിറ്റ് സംസാരിക്കുമ്പോൾ ഒരു ഉപചോദ്യം ഇല്ല. ഇപ്പൊ പറയും ഭരണകക്ഷിയോടാണ് ഉപചോദ്യം, അതവിടെ ഇരുന്നോട്ടെ. ഇത് മര്യാദകേട്. അങ്ങനെ വേണ്ട. അങ്ങനെ തർക്കിക്കാനാണെങ്കിൽ നിങ്ങൾ വിളിക്കണ്ടല്ലോ, ഒരു അടുത്ത UDF പാനലിൽ കൊണ്ടുവന്ന് ഇരുത്താം. ഞാൻ പറയാം, ഇവിടെ ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചേരിയിൽ കിടക്കുന്നവർക്ക് മുഴുവൻ ഫ്ളാറ്റ് നിർമ്മിച്ചു കൊടുത്തു എന്നുള്ള കാര്യം ഞങ്ങൾ നുണ പറയുന്നതല്ലല്ലോ. ഓരോ തവണ മഴ വരുമ്പോഴും കടൽ അടിച്ചു കയറി ചെല്ലാനത്തെ മുഴുവൻ വീടുകളിലും വെള്ളം കയറി ആ വീടുകളിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും മറ്റും നശിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ. അവിടെ ടെട്രോപാഡ് നിർമ്മിച്ചുകൊണ്ട് കടലാക്രമണത്തെ തടഞ്ഞു. ഇതൊക്കെ യാഥാർത്ഥ്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതുപോലെ തന്നെ ഹൈക്കോടതി തന്നെ പറഞ്ഞില്ലേ, കമന്റബിൾ ജോബാണ് വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്തത്. ഹൈക്കോടതിയുടെ ബെഞ്ച് തന്നെ പറയാണ് കമന്റബിൾ ജോബ്. ഇപ്പൊ വെള്ളക്കെട്ടുണ്ടോ കൊച്ചി? ഇതൊക്കെ ഞങ്ങൾ ചെയ്തു. പക്ഷേ എന്നിരുന്നാലും കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ തോറ്റു. മനസ്സിലാകത്തുള്ളൂ അഡ്വക്കേറ്റ് KS അരുൺകുമാർ, നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഇതാണല്ലോ പ്രചാരണത്തിലും പറഞ്ഞു. പിന്നെ നിങ്ങൾ എങ്ങനെ തോറ്റു? അതിനുത്തരം കിട്ടുന്നില്ല. അതല്ലേ ഞാൻ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരുന്നത്. ഞാനൊന്ന് MT രമേശിലേക്ക് പോകുന്നു. MT രമേശ്, ഒറ്റ ദിവസം ഞാൻ അങ്ങ് പറഞ്ഞല്ലോ, അങ്ങക്ക് ഒറ്റ മിനിറ്റ് ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ. ഇത് മര്യാദകടെ എനിക്ക് പറയണല്ലോ. നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് അടുത്ത ആളിലേക്ക് പോകുകയല്ല ചെയ്യുന്നത്. ഇതാണ് നിങ്ങളൊക്കെ ഞങ്ങളോട് സ്വീകരിക്കുന്ന നിലപാട്. ചോദ്യം ചോദിക്കും, ഉത്തരം പറയാൻ അനുവദിക്കില്ല, അഥവാ ഉത്തരം പറഞ്ഞാൽ തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കും. ഇതെന്തുകൊണ്ട് തോറ്റു എന്ന് പരിശോധിക്കാനുള്ള സംഘടനാ സംവിധാനം ഞങ്ങൾക്കുണ്ട്. ഇന്ന് തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉച്ചയ്ക്ക് വന്നു, വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾ കാരണം പറയണം. അത് ഞങ്ങൾക്ക് സാധിക്കില്ല. ഞങ്ങളുടെ സംഘടനാ സംവിധാനം അത് പരിശോധിക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റിയൊക്കെ കൂടും. എന്താണ് കുറവ് എന്ന് കണ്ടെത്തി അങ്ങനെ തിരിച്ചു വന്നതാണല്ലോ. 2019 നിങ്ങൾ ചോദിച്ചില്ലേ ഇടതുപക്ഷത്തിന്റെ പ്രശസ്തി എന്ത്? എന്നിട്ട് എന്തിയെ?
ചരിത്രത്തിൽ ആദ്യമായി ഭരണ തുടർച്ചയിലേക്ക് ഞങ്ങൾ മുന്നേറിയപ്പോ, കരുത്തോടെ മുന്നേറിയപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ വാചകങ്ങൾ മാറ്റേണ്ടി ഈ വന്നില്ലേ? പരാജയ അതൊറ്റ ദിവസം കാര്യം നിങ്ങൾ പറഞ്ഞ് ഈ അവസാനിപ്പിക്കാം. ഭരണ പിന്നെ സമയം തുടർച്ചയെ തരണ്ട. ഇപ്പൊ കുറിച്ച് പറഞ്ഞു. BJP ആത്മാഭിമാനം കൊള്ളുന്നത് വളരെ നല്ലതാണ് അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ. കാരണം 2021 ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 2021 ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകൾ, ഇവിടെ ഒക്കെ തന്നെയും ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടുണ്ട്. അതിന്റെ തുടർച്ച ഒരിക്കലുമില്ലാത്ത വിധം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങേക്ക് ഞാൻ സമയം തന്നു, നമുക്ക് സമയക്കുറവുള്ളതാണ്. ഞാൻ ഒന്ന് MT രമേശിലേക്ക് പോയിക്കോട്ടെ. അദ്ദേഹം കോർ കമ്മിറ്റി യോഗം ഒഴിവാക്കി വന്നിരിക്കുകയാണ്. ഒറ്റ മിനിറ്റ് മതി. പറയൂ. ഞാൻ പറഞ്ഞത് ഇവിടെ ഭൂരിപക്ഷ വർഗീയതയുടെ പേരും പറഞ്ഞ് BJPക്ക് ഗുണം കിട്ടി എന്നൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ. ഇപ്പൊ BJPക്ക് തിരുവനന്തപുരം കോർപ്പറേഷന്റെ അംഗീകരിച്ചു. ഇപ്പോ ഇവിടെ പന്തളം മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഇവിടെ ഓൾറെഡി ചർച്ചയുടെ ഭാഗമായിട്ട് വന്നു. അതുപോലെ തന്നെ പാലാ ഈരാറ്റുപേട്ട എത്ര നേട്ടമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർ ഉണ്ടാക്കിയത്. അതുപോലെ സമാനമായിട്ട് കഴിഞ്ഞ ഇടുക്കി ജില്ലയിലടക്കം, കോട്ടയം ജില്ലയിലടക്കം കഴിഞ്ഞ തവണ ഉണ്ടാക്കിയ മുന്നേറ്റങ്ങൾ ഒന്നും ആവർത്തിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഏറ്റക്കുറച്ചിൽ കാര്യങ്ങൾ വരും. അപ്പൊ ഇവിടെ ഏതാണ്ട് വലിയ പരാജയത്തിലേക്ക് പോയി, അടിത്തറ പോയി LDFന്റെ എന്ന രൂപത്തിൽ നിങ്ങൾ ചിത്രീകരിക്കാനൊക്കെ നിൽക്ക്.